നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ലോകത്തെ മികച്ച ശക്തിയായി മാറാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് ബറാക് ഒബാമ. ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുമെന്നും ഒബാമ. ആണവ സഹകരണം മെച്ചപ്പെടുത്താനും ആഗോള തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് നിൽക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ. ഒബാമ മോദി കൂടിക്കാഴ്ച അവസാനിച്ചു. മാഡിസൺ സ്ക്വയറിന് പിന്നാലെ വൈറ്റ് ഹൌസിന് മുന്നിലും മോദിക്കെതിരെ പ്രതിഷേധം. മസ്കത്തിൽ സ്കൂൾ വിദ്യാർത്ഥി അടച്ചിട്ട ബസ്സിൽ 3 മണിക്കൂറിലേറെ കുടുങ്ങി. കുട്ടി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. അമേരിക്കൻ സൈന്യത്തിന് അഫ്ഗാനിസ്ഥാനിൽ തുടരുന്നതിനുള്ള ദീർഘകാല കരാറിൽ അഫ്ഗാൻ സർക്കാരും അമേരിക്കയും ഒപ്പുവെച്ചത് പുതിയ പ്രസിഡന്റ് അഷ്റഫ് ഗനിയുടെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ. കുവൈത്ത് കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ നിയമവിരുദ്ധ താമസക്കാരായ 5000-ത്തിലധികം വിദേശികളെ നാടുകടത്തി. കാലയളവിൽ രാജ്യത്ത് അറസ്റ്റ് ചെയ്തത് 15,000-ത്തിലധികം താമസക്കാർ. വിശദമായ വാർത്തകളിലേക്ക്. നരേന്ദ്രമോദി ബറാക് ഒബാമ കൂടിക്കാഴ്ച അവസാനിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളെ കണ്ട് സംയുക്ത പ്രസ്താവന നടത്തി. ആണവ സഹകരണമടക്കം നിരവധി മേഖലകളിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഭീകരവാദത്തിനെതിരായി ഒരുമിച്ചു നിൽക്കാനും ധാരണയായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈൽ ചേരുന്നു. സുഹൈൽ, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ധാരണയിലെത്തിയിട്ടുള്ളത്? സായ്കുമാർ, അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ അവസാനിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള സംയുക്ത പ്രസ്താവന അല്പസമയത്തിന് ശേഷമാണ് അവസാനിച്ചത്. ചർച്ചയിൽ പ്രധാനമായും സംയുക്ത പ്രസ്താവനയുടെ തുടക്കത്തിൽ തന്നെ ബറാക് ഒബാമ പറഞ്ഞ ഇന്ത്യക്ക് ലോകത്ത് വൻ രാജ്യമായി വലിയ ശക്തിയായി മാറാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒബാമ തൻ്റെ സംയുക്ത പ്രസ്താവന ആരംഭിച്ചത്. അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കരാറുകൾ പൂർവാധികം ശക്തിയോടുകൂടി തുടരാൻ ധാരണയായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആണവ സഹകരണ കരാറാണ്. ആണവ സഹകരണ കരാർ കൂടുതൽ ശക്തിയായി, മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ശക്തിയായി തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ WTO കരാറിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് അത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കുമെന്ന് മോദി തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞു. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പശ്ചിമേഷ്യയിൽ അടക്കം ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദത്തിൻ്റെ പ്രശ്നങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തുവാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ സംയുക്തമായി നീങ്ങാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതിൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വരെ പരസ്പരം കൈമാറുവാനുള്ള ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അമേരിക്കയിലെ പ്രതിരോധ ആയുധ കമ്പനികളെ ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളിലെല്ലാം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ യോജിച്ച് നീങ്ങും എന്നാണ് നരേന്ദ്രമോദിയും ബറാക് ഒബാമയും പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം അടുത്തു തന്നെ ബറാക് ഒബാമയെയും കുടുംബത്തെയും ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് തൻ്റെ പ്രസ്താവന നരേന്ദ്രമോദി അവസാനിപ്പിച്ചത്. സായ്കുമാർ. സുഹൈൽ, ഒരുപക്ഷെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ആണവ മേഖലയുമായി ബന്ധപ്പെട്ട് ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചകൾ എന്തൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ട് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ അതാകും വരും ദിവസങ്ങളിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടുക. ആണവ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, നേരത്തെ തന്നെ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചതാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും സിവിൽ മേഖലയിൽ ഇനിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ സഹകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇരുവരും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞത്. പ്രതിരോധ രംഗത്തോ അല്ലെങ്കിൽ ആയുധരംഗത്തോ ഉപയോഗിക്കുന്നതിന് പകരമായി ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആണവ മേഖലയിൽ പരസ്പരം സഹകരിക്കുവാനുള്ള ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ തുടരും എന്ന് തന്നെയാണ് ബറാക് ഒബാമയും നരേന്ദ്രമോദിയും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞത്. സായ്കുമാർ. തീർച്ചയായും നരേന്ദ്രമോദി ബറാക് ഒബാമ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളെ കണ്ട് സംയുക്ത പ്രസ്താവന നടത്തിയിരിക്കുന്നു. ആണവ സഹകരണമടക്കം നിരവധി മേഖലകളിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയെത്തിയിട്ടുണ്ട്. ഒപ്പം ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് നീങ്ങാനും ധാരണയായിട്ടുണ്ട്. And I think everyone has been impressed with the energy and the determination with which the Prime Minister has looked to address. हम दोनों सिविल न्यूक्लियर कोऑपरेशन को आगे बढ़ाने के लिए प्रतिबद्ध हैं और इससे जुड़े मुद्दों को जल्दी सुलझाने के प्रति गंभीर है। यह भारत की एनर्जी सिक्योरिटी के लिए बहुत महत्वपूर्ण है।
We are serious about resolution of issues from both sides to enable civil nuclear energy cooperation to take off. It is important for India's energy security. WTO के मुद्दों पर हमारी बड़ी खुलकर के बातचीत हुई. भारत ഒബാമ മോദി കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. മസ്കത്തിൽ 4 വയസ്സുകാരി മലയാളി വിദ്യാർത്ഥിനിയും 3 മണിക്കൂറിലേറെ അടച്ചിട്ട സ്കൂൾ ബസ്സിൽ കുടുങ്ങി. രാവിലെ സ്കൂളിലേക്ക് പോകവേ ബസ്സിൽ ഉറങ്ങിയ 4 വയസ്സുകാരി ഇറക്കാതെ ബസ് അടച്ചിട്ട് ജീവനക്കാർ ഇറങ്ങിപ്പോവുകയായിരുന്നു. ബസ്സിനകത്ത് മണിക്കൂറുകൾ വീർപ്പുമുട്ടിക്കഴിഞ്ഞ കുട്ടി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മസ്കത്തിലെ ദാർസൈത്ത് ഇന്ത്യൻ സ്കൂളിലെ KG2 വിദ്യാർത്ഥി 4 വയസ്സുകാരി അപർണയാണ് സ്കൂൾ ബസ് ജീവനക്കാരുടെ അശ്രദ്ധ മൂലം 3 മണിക്കൂർ നേരം അടച്ചിട്ട സ്കൂൾ ബസ്സിൽ കുടുങ്ങിപ്പോയത്. കുട്ടി ബസ്സിൽ കിടന്നുറങ്ങുന്നത് ശ്രദ്ധിക്കാതെ ഡ്രൈവർ വാഹനം അടച്ചിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. കെയർ ടേക്കർ നേരത്തെ വഴിയിൽ ഇറങ്ങിയത്രേ. വേനൽ ചൂടിൽ ബസ്സിനകത്ത് ശ്വാസം കിട്ടാതെ വിഷമിച്ച കുട്ടി വിയർത്തും ഛർദിച്ചും അവശയായി. കരഞ്ഞിട്ട് ഞാൻ ബസ്സിലൊരു വിൻഡോ ഓപ്പൺ ചെയ്തു. അപ്പൊ ഞാൻ ഹെൽപ്പ് മീ എന്ന് ചോദിച്ചു. രാവിലെ 7:30ക്കാണ് ബസ് സ്കൂൾ പരിസരത്തെത്തിയത്. 10:30യോടെ സ്കൂളിൽ ഫീസ് അടയ്ക്കാമെന്ന തിരുവല്ല സ്വദേശി സുരേഷും ഭാര്യ മായയുമാണ് ബസ്സിനകത്ത് കൈകാലിട്ടടിക്കുന്ന കുട്ടിയെ കണ്ടത്. തുടർന്ന് സ്കൂൾ അധികൃതർ അടക്കമുള്ളവരെ വിവരമറിയിച്ച് ബസ്സിന്റെ ജനൽ വഴി കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. വണ്ടിക്കകത്തൊരു കൊച്ചിൻ്റെ ഒരു ഇതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നു. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ എത്ര കമ്പനി ക്ലീനിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡോർ കംപ്ലീറ്റ് തുറക്കാൻ നോക്കുന്നില്ല. സ്കൂൾ ബസ് കൈകാര്യം ചെയ്യുന്ന ഒമാനി ജീവനക്കാരുടെ വീഴ്ചയാണിതെന്നും അവരെ തങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ലെന്നുമാണ് സർവീസ് നടത്തിപ്പുകാരനായ മലയാളി പ്രവീൺ രക്ഷിതാക്കളോട് പ്രതികരിച്ചത്. ബസ് സർവീസ് സ്കൂളിന് കീഴിലല്ലാത്തതിനാൽ ഇക്കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നു സ്കൂൾ അധികൃതരുടെ നിർദ്ദേശം. തിരുവനന്തപുരം സ്വദേശികളായ സുരേഷിന്റെയും സംഗീതയുടെയും മകളാണ് അപർണ. ബസ്സിനകത്ത് കുടുങ്ങി വിദ്യാർത്ഥികൾ മരിച്ച സംഭവങ്ങൾ ഗൾഫിൽ നിരവധിയാണ്. ദുരന്തം ആവർത്തിക്കുമ്പോഴും ജീവനക്കാരുടെ അശ്രദ്ധ വിദ്യാർത്ഥികളുടെ ജീവൻ പന്താടുകയാണ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഒമാനിൽ സ്കൂൾ ബസ്സുകൾ രക്ഷിതാക്കളെ ആശങ്കയിലാക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒമാനിൽ സ്കൂൾ ബസ് ഗതാഗതം സ്കൂളിന്റെ നിയന്ത്രണത്തിലല്ല, സ്വകാര്യ വ്യക്തികളാണ് ഇത് നിയന്ത്രിക്കുന്നത്. സ്കൂൾ ബസ് നടത്തിപ്പുകാരുടെ അശ്രദ്ധ മൂലം കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത് ഒമാനിൽ ആദ്യ സംഭവമല്ല. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് റോഡിൽ തെറിച്ചു വീണ് കുട്ടിക്ക് പരിക്കേറ്റ സംഭവം മീഡിയ 1 നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ 6 മാസം കൂടുമ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ ബസ് ഡ്രൈവർക്ക് അല്ലെങ്കിൽ ആ അസിസ്റ്റന്റ് ഒരു ഉത്തരവാദിത്തം ഉണ്ട്. കുട്ടികൾ അതിനകത്ത് നിന്ന് ഇറങ്ങിയോ ആരെങ്കിലും ലെഫ്റ്റ് ഔട്ട് ആയിട്ടോ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഇത് കൊണ്ടുപോകുന്നത് മൃഗങ്ങളെന്നല്ല, കുട്ടികളെയാണ്. അപകടമുണ്ടാകുമ്പോൾ ഉത്തരവാദിത്തം ബസ് സർവീസ് നടത്തിപ്പുകാർക്കാണെന്ന് പറഞ്ഞ് സ്കൂളുകൾ കൈയൊഴിയും. നടത്തിപ്പുകാർ ജീവനക്കാരായ ഒമാനി സ്വദേശികൾക്ക് മേലും പഴിചാരി രക്ഷപ്പെടും. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, പേരന്റിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് സ്കൂളുകാർ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്. അടച്ചിട്ട ബസ്സിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾ മരിച്ച സംഭവങ്ങൾ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതോടെ UAE, ഖത്തർ എന്നിവിടങ്ങളിൽ കർശന നിയമങ്ങളാണ് നടപ്പാക്കിയത്. ഒമാനിൽ സ്കൂൾ ബസ്സിൽ കെയർ ടേക്കർ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ സുരക്ഷാ കാര്യത്തിൽ അവർ തീർത്തും അശ്രദ്ധരാണെന്നാണ് ഇന്നത്തെ സംഭവം തെളിയിക്കുന്നത്. അയാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ആള് വഴിയിൽ ഇറങ്ങിയെന്നാണ് ഇപ്പോൾ ഈ ഡ്രൈവർ പറയുന്നത്. അയാൾ ഒമാനിയാണോ? ഒമാനിയല്ല, ഇന്ത്യനാണ്. കെയർ ടേക്കർ ഡ്രൈവർ ഒമാനിയാണ്. അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് സ്വന്തം ബസ് സർവീസ് ആരംഭിക്കാൻ ചില സ്കൂളുകൾ ശ്രമം ആരംഭിച്ചെങ്കിലും പദ്ധതി എങ്ങുമെത്തിയിട്ടില്ല. മീഡിയ 1, മസ്കത്ത്. ഷിനോജ് ഷംസുദ്ദീനുണ്ട് ഞങ്ങളുടെ പ്രതിനിധി. ഷിനോജ്, നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതിൽ യാതൊരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്ത് വിശദീകരണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്നത്? സായികുമാർ, പലപ്പോഴും സ്കൂളുകൾ ഇത്തരം കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറില്ല. കാരണം ഇത് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ബസ് സർവീസാണ്. അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും രക്ഷിതാക്കളും ഈ സ്വകാര്യ വ്യക്തികളും തമ്മിലാണ് എന്ന് പറഞ്ഞ സ്കൂളുകൾ കൈയൊഴിയാറാണ് പതിവ്. ഈ സ്വകാര്യ വ്യക്തികൾ ഇത് നടത്തുന്ന സ്വകാര്യ വ്യക്തികളാണെങ്കിൽ തങ്ങളുടെ ജീവനക്കാർ മുഴുവൻ, പ്രത്യേകിച്ച് ഇവിടുത്തെ നിയമപ്രകാരം സ്കൂൾ ബസ്സുകൾ ഓടിക്കാനുള്ള അവകാശം ഒമാനി ജീവനക്കാർക്കാണ്. ഈ ഒമാനി ജീവനക്കാർ ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നവരല്ല, അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അവരും കൈയൊഴിയും. സാധാരണ നിലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിനെ ആശ്രയിക്കുക എന്നല്ലാതെ വേറെ ആരോടും പരാതി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ രക്ഷിതാക്കൾ. ഇതുവരെ സ്കൂൾ അധികൃതർ ഇത് സ്കൂളിന്റെ ബസ് സർവീസ് ഏറ്റെടുക്കും അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ നേരത്തെ പല കമ്പനികളിൽ നിന്നും
എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ക്ഷണിച്ചിരുന്നു. പക്ഷെ അതൊന്നും എങ്ങും എത്തിയിട്ടില്ല. ഇതുവരെ സ്കൂളിന്റെ അധികാര പരിധിയിലേക്ക് ഈ സ്കൂൾ ബസ്സുകൾ എത്തിയിട്ടില്ല. സായികുമാർ, ഷിനോജ്, ഒരുപക്ഷെ വലിയ രീതിയിൽ ഇത്തരം കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ളത്. ഇതിന് എന്ത് പരിഹാരം ഉണ്ടാകും എന്ന തരത്തിൽ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ രക്ഷിതാക്കൾക്കുള്ളത്? ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം പോലീസ് വളരെ ഗൗരവത്തോടെ ഈ ഇഷ്യൂ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആവർത്തിക്കാതിരുന്നാൽ മതി എന്ന രക്ഷിതാവിന്റെ അഭ്യർത്ഥന കണക്കിലെടുക്കാതെ ഈ ഒമാനി ബസ് ഡ്രൈവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെ പോലീസ് വളരെ ഗൗരവത്തോടെ ഈ കാര്യം കണക്കിലെടുക്കുകയും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് സായികുമാർ ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം. റൈറ്റ്, വളരെയധികം നന്ദി ഷിനോജ് ഷംസുദ്ദീൻ. ഇപ്പോൾ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ വിൽസൺ ജോർജ് ഉണ്ട് ഈ വാർത്തയോട് പ്രതികരിക്കാൻ. ശ്രീ വിൽസൺ ജോർജ്, അടിക്കടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. സ്കൂൾ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളുടെ ഉത്തരവാദി ആരാണ്? ശരിക്കും വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. രാവിലെ സ്കൂളിലേക്ക് വന്നിരുന്ന ഒരു KG വിദ്യാർത്ഥിനി ബസ്സിൽ നിന്ന് ഉറങ്ങിപ്പോവുകയും നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പിന്നീട് ഒരു രക്ഷകർത്താവ് അത് കണ്ട് അവരെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഒമാനിലെ ഈ സ്കൂൾ ബസ്സുകളുടെ ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വിവരം ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് ഇതിനെ വിശദീകരിക്കാൻ പറ്റുള്ളൂ. സ്കൂൾ വിദ്യാർത്ഥികളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ കാര്യമായ ഒരു പങ്കോ നിയന്ത്രണമോ സ്കൂളുകൾക്ക് ഇല്ലാത്തൊരു സാഹചര്യമാണ് വളരെ കാലങ്ങളായിട്ട് ഇവിടെ ഒമാനിൽ നിലവിലുള്ളത്. അതിന്റെ ഒരു പ്രധാന കാരണം ഈ സ്വകാര്യ ട്രാൻസ്പോർട്ട് കമ്പനികൾ പലരും വളരെ കുറഞ്ഞ ചെലവില് ഈ സ്കൂൾ ട്രാൻസ്പോർട്ട് നടത്താൻ തയ്യാറായി വരുന്നുണ്ട്. രക്ഷകർത്താക്കൾക്കും അത് സ്വീകാര്യമായി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ മൊത്തത്തിലുള്ള ഈ അപകടം ട്രാൻസ്പോർട്ടിൽ അല്ലെങ്കിൽ ട്രാഫിക് അപകടങ്ങളുടെ ഒരു പശ്ചാത്തലത്തില് സ്കൂൾ അധികൃതര് സ്കൂളിന്റെ ഈ ബസ്സുകളുടെ ട്രാൻസ്പോർട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ കഴിഞ്ഞ ഏപ്രിലാണ് പുതിയ ബോർഡ് നിലവിൽ വന്നത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ മൊത്തത്തിൽ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കിയതില് സേഫ്റ്റിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അതിൽ ഒരു ഐറ്റമായി തന്നെ എടുത്തുകൊണ്ട് ട്രാൻസ്പോർട്ട് സേഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ചില പ്രാരംഭ നടപടികൾ എടുത്തു വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം സ്കൂളുകള് ട്രാൻസ്പോർട്ട് ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വലിയ ഒരു ഭാരം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയും മാത്രമല്ല സ്കൂളുകൾക്ക് അതിനുള്ള ഒരു എക്സ്പെർട്ടൈസ് ഇല്ലാത്തൊരു സാഹചര്യവും നിലവിലുണ്ട്. അതുകൊണ്ട് അത് മാറ്റിക്കൊണ്ട് സ്കൂളുകൾ കൺട്രോൾ ചെയ്യുന്ന മോണിറ്റർ ചെയ്യുന്ന അപ്രൂവ് ചെയ്തുകൊണ്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ ആഗസ്റ്റില് ചേർന്നപ്പോൾ ബോർഡ് യോഗത്തിൽ അത്തരം ഒരു മോഡൽ യാദൃച്ഛ്യം വന്നോണം തന്നെ പറയട്ടെ, ഇന്ന് ഈ സംഭവം നടന്ന സ്കൂളിൽ തന്നെയാണ് അതിന്റെ ഒരു മോഡൽ എന്നുള്ള നിലയിൽ നടപ്പാക്കാൻ ഞങ്ങൾ നിർദ്ദേശം വെച്ചിട്ടുള്ളത്. അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ്, ശ്രീ വിൽസൺ ജോർജ്, നിലവിൽ സ്കൂൾ ബസ് നടത്തിപ്പുകാരെ നിയന്ത്രിക്കാൻ സ്കൂളുകൾക്ക് യാതൊരു അധികാരവുമില്ല. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നതും. ഇതിന് എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമോ? അല്ല, ഇതിന് അടിയന്തരം എന്ന് പറയുമ്പോൾ ഇത് കാലാകാലങ്ങളായി നിലവിൽ വന്നിരിക്കുന്ന ഒരു സംവിധാനത്തെ മാറ്റിലാകുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ സ്കൂൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്കൂൾ നിയന്ത്രിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം സ്കൂളുകൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഈ ട്രാൻസ്പോർട്ട് നടത്തുന്നവരുമായിട്ട് നമ്മൾ പ്രാരംഭ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവർക്ക് സേഫ്റ്റി സംബന്ധമായി സുരക്ഷ സംബന്ധമായിട്ട് ഒരു നിർദ്ദേശ രേഖ കൊടുക്കുകയും ആ രേഖ പ്രകാരം ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് നടത്താൻ തയ്യാറായി വരുന്ന രക്ഷിതാക്കളെ സ്കൂൾ അപ്രൂവ്ഡ് ട്രാൻസ്പോർട്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് രക്ഷിതാക്കളുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അത്തരത്തില് സ്കൂളിന്റെ കൺട്രോളിലുള്ള